അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു മക്കയിൽ തൻ്റെ ദൗത്യ ശ്രമം തുടരുകയാണ്. പക്ഷേ നമുക്കെല്ലാവർക്കും അറിയാം, ഖുറൈശികൾ വലിയ വാശിയിലാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ശ്രമം അത്ര പെട്ടെന്ന് ഒരു റിസൾട്ടിലേക്ക് എത്താനുള്ള സാധ്യത ഉണ്ടായിരുന്നില്ല. ഖുറൈശികളെ സംബന്ധിച്ചിടത്തോളം അവരെ നയിക്കുന്നത് വികാരങ്ങൾ മാത്രമാണ്. വികാരങ്ങൾ മാത്രം നയിക്കുമ്പോൾ ശരി തെറ്റ് തുടങ്ങിയ കാര്യങ്ങൾക്കൊന്നും വലിയ ഒരു പ്രാധാന്യമുണ്ടാവില്ല. വികാരത്തിന് തന്നെയായിരിക്കും പ്രാധാന്യം. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും അദ്ദേഹത്തിൻ്റെ സമുദായവും അവരുടെ ഉറക്കം കെടുത്താൻ തുടങ്ങിയിട്ട് വർഷങ്ങൾ കുറേയായി. പ്രവാചകത്വം മുതൽ, ഹിജ്റ മുതൽ, ബദർ, ഉഹദ്, അഹ്സാബ്, ഇതൊക്കെ തന്നെയും വലിയ വലിയ അവരെ പിടിച്ചുലച്ച സംഭവങ്ങളാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് പെട്ടെന്ന് മൂളിത്തരാൻ കഴിയില്ല. അത് നമ്മൾ അവരുടെ ഒരു ഭാഗത്തിൽ നിന്ന് ആലോചിക്കുമ്പോൾ സ്വാഭാവികമായും അവർക്ക് അതിൻ്റേതായ ഒരു പ്രയാസമുണ്ടാകും. എന്തായിരുന്നാലും അങ്ങനെ ഞങ്ങളുടെ നാട്ടിനെ ഇത്രമാത്രം ആക്രമിച്ച ഒരാൾ, അയാളെ യാതൊരു തടസ്സവുമില്ലാതെ നേരെ ചൊവ്വേ കയറി വരാൻ അനുവദിക്കുക എന്ന് പറഞ്ഞാൽ അവർക്കത് സമ്മതിച്ചു കൊടുക്കാൻ കഴിയുന്നൊരു കാര്യമല്ല. നമുക്കറിയാവുന്ന കാര്യം തന്നെ. അതുകൊണ്ട് മഹാനായ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനിക്ക് വീണ്ടും വീണ്ടും പലരെയും കാണേണ്ടി വന്നു. കണ്ടവരെ വീണ്ടും കാണേണ്ടി വന്നു. നിരന്തരമായ ചർച്ചകൾ ഏർപ്പെടേണ്ടി വന്നു. അങ്ങനെ സമയം ഒരുപാട് വൈകി. സമയം വൈകുന്നത് മുസ്ലിം ക്യാമ്പിൽ വലിയ അസ്വസ്ഥതകളുണ്ടാക്കി. തുടക്കത്തിൽ എന്താ, ഉസ്മാൻ ബിൻ അഫ്ഫാനെ കാണാനില്ലല്ലോ, അദ്ദേഹം പോയി അവിടെ എത്താനും ചർച്ചകൾ നടത്താനും തിരിച്ചു വരാനുമുള്ള ഒരു സമയം ഏതാണ്ട് ആയപ്പോൾ എല്ലാവരും ഉദ്വേഗത്തോടുകൂടെ പരസ്പരം ചോദിക്കാൻ തുടങ്ങി. അങ്ങനെ ഒരു ആശങ്ക മുസ്ലിം ക്യാമ്പിൽ പകർന്നു. ആ ആശങ്ക പരന്നപ്പോൾ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചെവിയിലും അത് എത്തി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചെവിയിലെത്തിയപ്പോൾ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വലിയ വിഷമമുണ്ടായി. വിഷമം എന്ന് തന്നെ പറയണം അതിന്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ദൗത്യശ്രമത്തിൻ്റെ ഇടയിൽ ഒരാൾ കൊല്ലപ്പെടുക അല്ലെങ്കിൽ തടവിലാക്കപ്പെടുക എന്ന് പറഞ്ഞാൽ അത് ഏത് കാലത്തും ഏത് കുലവും ഏത് സമൂഹവും ഒരു അമാന്യതയായിട്ടും ഏറ്റവും വലിയ ഒരു ശത്രുതയായിട്ടും കാണുന്നൊരു കാര്യമാണ്. അതുകൊണ്ട് അങ്ങനെയെങ്ങാനും വന്നിട്ടുണ്ടെങ്കിൽ അതങ്ങനെ സഹിച്ചു പോകാൻ കഴിയുന്ന ഒരു കാര്യമല്ല. അതിന് പ്രതികാരം ചോദിക്കേണ്ടി വരും, അതിന് പ്രതികാരം ചെയ്യേണ്ടി വരും. അതില്ലാതെ കഴിയില്ല. അതുകൊണ്ട് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തൻ്റെ സഹാബിമാരെ എല്ലാവരെയും വിളിച്ച് ചേർത്തുകൊണ്ട് ഈ വിഷയത്തിൻ്റെ ഗൗരവം ബോധിപ്പിച്ചു. മറ്റൊന്നുമല്ല, ദൗത്യശ്രമത്തിനിടയിൽ ഉസ്മാൻ ബിൻ അഫ്ഫാൻ കൊല്ലപ്പെട്ടു എന്നതായിരുന്നു അവിടെ അപ്പോൾ പരന്ന പ്രധാനപ്പെട്ട വാർത്ത. തൻ്റെ ദൗത്യശ്രമത്തിനിടയിൽ, ഇസ്ലാമിന് വേണ്ടിയുള്ള ദൗത്യശ്രമത്തിനിടയിലെങ്ങാനും ഉസ്മാൻ ബിൻ അഫ്ഫാൻ കൊല്ലപ്പെട്ടിട്ടുണ്ട് എങ്കിൽ നമ്മൾ അതിന് എല്ലാ നിലക്കും പ്രതികാരം ചെയ്യുക തന്നെ ചെയ്യും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. അവിടെ ഒരു ഹുദൈബിയയിലൊരു വൃക്ഷമുണ്ടായിരുന്നു. വലിയ ഉയരമുള്ള വൃക്ഷം അല്ല എന്നാണ് ചരിത്രത്തിൽ നിന്ന് മനസ്സിലാക്കുന്നത്. കാരണം ഒരു സഹാബി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അതിൻ്റെ ചുവട്ടിൽ നിൽക്കുകയോ ഇരിക്കുകയോ ചെയ്യുമ്പോൾ ആ വൃക്ഷത്തിൻ്റെ ശിഖരം പിടിച്ചു കൊടുക്കുന്നതായി ഹദീസിൽ കാണുന്നുണ്ട്, ചരിത്രത്തിൽ കാണുന്നുണ്ട്. അപ്പോൾ ചെറിയ ഒരു വൃക്ഷമായിരിക്കണം. എന്തായിരുന്നാലും
ആ വൃക്ഷത്തിൻ്റെ ചുവട്ടിലായിരുന്നു അപ്പോൾ നബി. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അങ്ങനെ വന്നാൽ ഒട്ടും മടിച്ചു നിൽക്കാതെ ഇതിന് പ്രതികാരം ചെയ്യും എന്ന് നമ്മൾ ഓരോരുത്തരും പ്രതിജ്ഞ എടുക്കേണ്ടതുണ്ട്. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അത് പറഞ്ഞതും സഹാബിമാരിൽ ഓരോരുത്തരും, നേരെ മുമ്പിലുണ്ടായിരുന്ന ആൾ അബു സിനാൻ അൽ അസദി എന്ന് പറഞ്ഞ ആളായിരുന്നു. അദ്ദേഹം നേരെ ഇങ്ങോട്ട് വന്ന് നബിൻ്റെ കൈ പിടിച്ചുകൊണ്ട്, നബിയെ, ഉസ്മാൻ ബിൻ അഫ്ഫാൻ ദൗത്യ ശ്രമത്തിൻ്റെ ഇടയിൽ കൊല്ലപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിന് ഞങ്ങൾ പ്രതികാരം ചോദിക്കും, ഞങ്ങളുടെ ജീവൻ കൊടുത്തിട്ടാണെങ്കിലും ശരി എന്ന് പ്രതിജ്ഞ ചെയ്തു. ഇങ്ങനെ ഓരോരുത്തരും വീണ്ടും വീണ്ടും ചെയ്തു വെക്കണം. സലമത്ത് ബിനുൽ അക്വ റളിയല്ലാഹു അൻഹു ചരിത്രം എടുത്തു പറയുന്നുണ്ട്, അദ്ദേഹം നബിയോട് ബൈഅത്ത് ചെയ്തത് 3 പ്രാവശ്യമായിരുന്നു എന്നാണ്. കാരണം ആ രംഗത്തിൻ്റെ തീവ്രത അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഗൗരവം അത്രമേൽ വലുതായിരുന്നു, അത്രമേൽ പ്രധാനമായിരുന്നു. അതുകൊണ്ട് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കരം പിടിച്ച് ഓരോരുത്തരും പ്രതിജ്ഞ ചെയ്തു, അതിനുവേണ്ടി ഞങ്ങൾ എന്തും ചെയ്യാൻ തയ്യാറാണ് എന്ന പ്രതിജ്ഞ. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പോലും പ്രതിജ്ഞ ചെയ്തു എന്ന് പറയണം. നബി അന്ന് ചെയ്യുന്ന പ്രതിജ്ഞയുടെ രംഗം ചരിത്രങ്ങളിൽ, ആധികാരിക ചരിത്രങ്ങളിൽ പറയുന്നുണ്ട്. എങ്ങനെയാണെന്ന് വെച്ചാൽ നബി ഒരു കൈ മറ്റേ കൈയുമായി ചേർത്ത് പിടിച്ചുകൊണ്ടാണ് പ്രതിജ്ഞ ചെയ്തത്. എന്നിട്ട് നബി പറഞ്ഞു, ഹാദാ ലി ഉസ്മാൻ എന്ന് പറയുകയും ചെയ്തു. അപ്പോൾ പിന്നെ ആ കൂട്ടത്തിൽ പ്രതിജ്ഞ ചെയ്യാത്തവരുണ്ടായിരുന്നോ എന്ന ഒരു ചോദ്യം വളരെ പ്രസക്തമാണ്. കാരണം നമ്മുടെ സമുദായം അങ്ങനെയാണ്, എല്ലായ്പ്പോഴും അങ്ങനെയായിരുന്നു. വേറിട്ട ശബ്ദങ്ങൾ എപ്പോഴും ഉണ്ടാവും. നന്മ ഉള്ളിടത്തൊക്കെ അതൊക്കെ സ്വാഭാവികമാണ്. അത്രമാത്രം കരുതിയാൽ മതി. ആശ്വസിക്കാൻ വേണ്ടി മുസ്ലിമീങ്ങൾ ഒരാളുണ്ടായിരുന്നു, ജിദ് ബിൻ ഖൈസ് എന്നായിരുന്നു അയാളുടെ പേര്. അയാൾ അബ്ദുല്ലാഹി ബിൻ ഉബയ്യ് ബിൻ സലൂലിൻ്റെ പാർട്ടിക്കാരനായിരുന്നു. അദ്ദേഹം ബൈഅത്ത് ചെയ്യില്ല. അദ്ദേഹം അല്ലാത്ത എല്ലാവരും ബൈഅത്ത് ചെയ്തു. ഈ ബൈഅത്തുർ റിളവാൻ എന്ന പേരിൽ അറിയപ്പെടും. ബൈഅത്തുർ റിളവാൻ. ലഖദ് റളിയല്ലാഹു മിനൽ മുഅ്മിനീന ഇദ് യുബായിഊനക തഹ്ത അശ്ശജറ എന്ന് പറഞ്ഞ് സൂറത്തുൽ ഫത്ഹിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പ്രതിജ്ഞ എടുത്തു പറയുന്നുണ്ട്. ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന് വേണ്ടി ജീവാർപ്പണം നടത്താൻ മഹാനായ നബി അടക്കം നബിയോടൊപ്പമുള്ള 1400ഓളം പേർ പ്രതിജ്ഞയെടുത്ത് തയ്യാറായിരിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.